ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മാലി. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിലർ കണ്ടു. എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ട്രെയിലറും പിന്നെ വന്നിട്ട് ആ സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ തോട്ട്സ്, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വരൂ, നമുക്കിന്ന് കുറച്ച് പരദൂഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. 1996 റിലീസായ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ശങ്കർ ഡയറക്റ്റ് ചെയ്ത ഇന്ത്യൻ എന്ന സിനിമയുടെ സീക്വലായിട്ടാണ്, പാർട്ട് 2 ആയിട്ടാണ് ഈ ഇന്ത്യൻ 2 റിലീസാകാൻ പോകുന്നത്. അപ്പം ഇന്ത്യൻ സിനിമ എന്ന ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ 96 ഇറങ്ങിയപ്പം അത് എന്തുമാത്രം ഹിറ്റാണെന്നുള്ളത് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ആ സിനിമ ഇപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് മുമ്പേ പടം റിലീസ് അവർ 4K റീമാസ്റ്റർ ചെയ്ത് അതിൻ്റെ റിലീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം 28 വർഷത്തിന് മുമ്പേ അവർ കാണിച്ചിരുന്ന ഓരോ അത്ഭുതങ്ങൾ ഞാൻ പണ്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അപ്പോൾ ആ സിനിമ വീണ്ടും കാണാനൊരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ആ ഇന്ത്യൻ ഫസ്റ്റ് അത് അവിടത്തൂടെ അങ്ങ് തീരെയാണ്. എന്നാൽ ആ സിനിമ ആ കഥ അവിടെ അങ്ങ് തീരെയാണ്. പിന്നെ അവർ വീണ്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ട് അവരത് എങ്ങനെ എടുക്കുമെന്നും അല്ലെങ്കിൽ ഇതിലെങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറയുന്നത് 96 ആ സിനിമയിൽ കാണിക്കുന്ന കമലഹാസൻ, വയസ്സായ കമലഹാസന് 70-80 വയസ്സാണ് സിനിമയിൽ പറയുന്നത്. ആ കമലഹാസൻ 28 വർഷത്തിന് ശേഷം വീണ്ടും വരുമ്പം 100 വയസ്സിന് മേളിലുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഈ ട്രെയിലർ ഞാൻ കണ്ടിട്ട് എനിക്കൊരു സന്തോഷം വന്നില്ല. കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഡയറക്ടറാണ് ഈ സിനിമ എടുക്കുന്നതെങ്കിൽ ഇത്രയും മതി. ഈ ട്രെയിലറിൽ കാണിച്ച് തന്നെയാണ് അത്ഭുതമാണ്. പക്ഷേ ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശങ്കറാണ്, ലെജൻഡറി ഡയറക്ടർ ശങ്കർ എടുത്തു വെച്ചിരിക്കുന്ന സിനിമകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യൻ ആണെങ്കിലും എന്തിരൻ 2.0 ആണെങ്കിലും ആണെങ്കിലും പുള്ളിക്കാരൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ ഒരു ക്രാഫ്റ്റ്മാൻ, നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഒരു ഡയറക്ടറും നമ്മളെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ടെക്നോളജീസ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്ന് പറയുന്നത് ശങ്കറാണ്. പുള്ളിയുടെ ലെഗസി എന്നും അത് നിലനിൽക്കുന്നതാണ്. പക്ഷേ പുള്ളിക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ടല്ല ഈ പടത്തിൻ്റെ ട്രെയിലറിൽ എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ശങ്കറിനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കമലഹാസൻ സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഫീൽഡ് ഔട്ടായിരുന്നു. ഞാനിത് പറയാൻ പോകുന്നത് 2017 സമയത്തെ കഥയാണ് പറയാൻ പോകുന്നത്. ഓക്കെ. കമലഹാസൻ്റെ ഇപ്പോൾ ഒരു റീ എൻട്രി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രം സിനിമ ഹിറ്റായെന്ന് പറയുകയാണ് കമലഹാസൻ ഒരു റീ എൻട്രി കിട്ടിയത്. പക്ഷേ അതിന് മുമ്പേ തൊട്ട് കമലഹാസൻ ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2010 ശേഷം ഇറങ്ങിയ ഒരുപാട് സിനിമകൾ കമലഹാസൻ്റെ വെറും കൂറ സിനിമകളായിരുന്നു. ഒന്നും ഹിറ്റായിട്ട് ഒന്നുമില്ല. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ശങ്കറിനെ വിളിച്ചിട്ട് നമുക്ക് ഇന്ത്യൻ 2 എടുക്കാം എന്ന് പറഞ്ഞ് പുള്ളി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വാട്ട് എവർ, 2017 ഇന്ത്യൻ 2 എന്ന സിനിമ അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ആ പടത്തിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019. 2019 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പടത്തിലെ പ്രൊഡ്യൂസർ വന്നിട്ട് ലൈക്ക മൂവീസാണ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അങ്ങനെ പടത്തിൻ്റെ ബഡ്ജറ്റ് ഇപ്പം കണക്ക് കൂടിയിരിക്കുന്നത് 250 കോടിയാണ്. അപ്പം സിനിമ ഷൂട്ട് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോവിഡ് സ്റ്റാർട്ടായി. അതിനുശേഷം വന്നിട്ട് അവർ വീണ്ടും ഷൂട്ട് ബ്രേക്കായിട്ട് അവർ വീണ്ടും ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ സെറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ വീണ്ടും മരിച്ചു. അങ്ങനെ പടം ഡ്രോപ്പ് ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു. സിനിമയുടെ വേറെ അനക്കും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ 2 വർഷത്തിന് ശേഷം പടം വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ ഒരു ഹിറ്റായിരിക്കും, നമ്മുടെ വിക്രം എന്ന സിനിമയുടെ ഒരു ഹിറ്റായിരിക്കും കമലഹാസനെ കൊണ്ട് വീണ്ടും ഈ സിനിമ വീണ്ടും എടുപ്പിക്കാനുള്ളത്. അപ്പം ഈ പടം റീഷൂട്ട് ആയ സമയത്ത് ഈ പടം വീണ്ടും 2022 ശേഷം വീണ്ടും ഈ പടത്തിൻ്റെ റീഷൂട്ട് എടുത്ത സമയത്ത് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ലൈക്ക അവരിൽ ബഡ്ജറ്റ് ഇല്ലാത്ത ഇഷ്യൂ കാരണം ഇവർ വന്നിട്ട് വേറൊരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ പടത്തിൽ ഇൻവോൾവ് ആയി. ഒരു സബ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ റെഡ് ജെയിൻസ് മൂവീസാണ് ഈ പടത്തിൻ്റെ 2ാമത്തെ പ്രൊഡ്യൂസറായിട്ട് മാറിയത്. അങ്ങനെയാണ് ഈ പടം എങ്ങനെയോ ഒക്കെ തട്ടിക്കൂട്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അത് 100% ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സിനിമയുടെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്തോ
എനിക്കറിയത്തില്ല, ചിലപ്പം എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ ട്രെയിലർ കണ്ടതിന് ശേഷം ട്രെയിലർ ഒരു രീതിയിലും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ട്രെയിലർ വന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു. കാരണം ഒരു ഡ്രോപ്പ് ചെയ്ത സിനിമ അത് വീണ്ടും അവർ വീണ്ടും ആ പടം അവർ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. പിന്നെ വീണ്ടും അവർ കൊണ്ട് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ പടം ആദ്യം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 2023 റിലീസ് പറഞ്ഞു. അത് മാറ്റിയിട്ട് 2024 ജൂണിലാണ് പടത്തിൻ്റെ റിലീസ് പറഞ്ഞത്. പിന്നെ അത് വീണ്ടും മാറ്റിയിട്ട് ജൂലൈ 12 പടം വീണ്ടും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. എനിക്കൊന്നും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും സിനിമയുടെ മേക്കിങ്ങിലാണെങ്കിലും അതിൻ്റെ ഒരു ഔട്ട്പുട്ടിലും കിട്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ശങ്കറിൽ നിന്ന് വിചാരിക്കുന്നതല്ല. ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു രീതിയിലും ആരും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഒരു ശങ്കറിൻ്റെ സിനിമ കാണുന്ന ആൾക്കാർ, കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ 90s കിഡും 80s കിഡും ഒക്കെ പണ്ട് വന്നിട്ട് നമുക്കൊരു ബ്രഹ്മാണ്ഡം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാത്തിരിക്കുന്ന ശങ്കറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ശങ്കറിൻ്റെ ഇന്ത്യൻ ആണെങ്കിലും ശങ്കറിൻ്റെ മുതൽവനാണെങ്കിലും ജീൻസ് ആണെങ്കിലും, കാരണം പുള്ളിയുടെ സിനിമയിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാഫിക്സ് ടെക്നോളജീസ് പിന്നെ ഭയങ്കരമായിട്ടുള്ള ആർഭാടങ്ങൾ ഇത്രയും കോടികൾ ചിലവാക്കിയുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്ക് ശങ്കറിൻ്റെ മൂവി കാണാം. അപ്പം ഞാൻ ഈ ഒരു ട്രെയിലർ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു സാഡ്നെസ് തുടങ്ങി, സങ്കടം തോന്നി. പിന്നെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന കുറേ കോപ്രായങ്ങൾ, നമ്മൾ ഇന്ത്യൻ താത്ത ഡ്രസ്സില്ലാതെ അടിയുണ്ടാക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്കൊരു എന്ന സിനിമയെ കാണിച്ചു തരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതിൻ്റെ ഒരു മേക്കിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇറങ്ങുന്ന 2015 ഇപ്പം 2024. മിക്കവാറും ആസ് ഐ സെഡ് ഇത് മിക്കവാറും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ടായിരിക്കും പടത്തിൻ്റെ മേക്കിംഗ്, പടത്തിൻ്റെ കഥയും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇറ്റ്സ് ഓൾ മൈ തോട്ട്സ്. വി ഡോണ്ട് നോ ഹൗ വിൽ ബി ദ മൂവി എന്തായാലും ജൂലൈ 12 റിലീസാവാൻ പോവുകയാണ്. എന്തായാലും ഒരു നല്ല മൂവി ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഹോപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ശങ്കറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല. ശങ്കറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സംതിങ് ബിഗ്. പക്ഷേ ഐ എം ടോട്ടലി ഡിസപ്പോയിൻമെൻറ്റ്. ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ബ്ലോഗ്. ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ്, പ്ലീസ് പുട്ട് ലൈക്ക്, പ്ലീസ് പുട്ട് കമൻറ്റ്, പ്ലീസ് ഷെയർ മൈ വീഡിയോ. ഓക്കെ, വിഷമമുണ്ട് ഗൈസ്, വിഷമമുണ്ട്. കാരണം ട്രെയിലർ നമ്മൾ വിചാരിച്ചതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ വന്നില്ല. പിന്നെ ഇന്ത്യൻ താത്ത കാണിക്കുന്ന പല കോപ്രായങ്ങളും കണ്ട് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്, വേറൊന്നും തോന്നിയില്ല. കണ്ടിട്ട് ചിരിയാണ് വന്നത്. ഇങ്ങനൊരു സിനിമയിൽ കയറി തലവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, ബൈ, സീ യു, സോറി, ബൈ.